السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധമായ ഇത്തികാഫിൻ നിയത്തോടു കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരുത്ത അള്ളാഹു നമ്മളിൽ കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, ഉസ്താദുമാര്, നമ്മളൊക്കെ ഈ രീതിയിലാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചവര്, അതിനുവേണ്ടി ശ്രമിച്ചവര്, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഭക്ഷണം നൽകിയിട്ടുള്ള ആളുകൾ, പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്തിയുറങ്ങുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെ ഒരു രൂപം പരിശുദ്ധ ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? ഖുലിഖൽ ഇൻസാനു മിൻ അജ്ൽ. ധൃതി, എന്തിനേയും ഒന്ന് ആലോചിക്ക കൂടാതെ എടുത്തുചാട്ടം, അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അത് നമ്മൾ മാറ്റിയെടുക്കണം. അതൊരു നല്ല സ്വഭാവമല്ല. ധൃതി, എടുത്തുചാട്ടം എന്നൊക്കെ ഉള്ളത് അത് ശൈത്താനിയത്താണ്. അത് പലപ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിരൽ കടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. പലപ്പോഴും അങ്ങനെയാണ്. പഴമക്കാർ പറയാണ്ടല്ലോ, വാവിട്ട വാക്കും കൈവിട്ട കല്ലും പിന്നെ തിരിച്ചിട്ടായില്ല. സത്യമാണത്. ഒരുപക്ഷെ നമ്മള് മനസ്സ് വിചാരിച്ച് പറയണ്ട എന്ന് കരുതിയ സംഗതി ചിലപ്പോൾ ആ സമയം വന്നപ്പോൾ പറഞ്ഞു പോതാവും. പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതായിരുന്നു, പിന്നെ ഇങ്ങനെ പറഞ്ഞതായിരുന്നു. അത് എത്ര തെവിൽ ചെയ്താലും പിന്നെ ആ കേട്ട ആൾക്ക് അത് ഒഴിവാക്കാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. ഏതൊരു വിഷയത്തിലും ഒരു സാവകാശം, ഒരു ആലോചന, അതൊരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ തീരാ നഷ്ടത്തിലാണ്. ചില വിഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയിട്ട് വൽ അസ്ർ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ സൂറത്ത് എന്തെന്നറിയുമോ? മഹാന്മാരായ പല പണ്ഡിതന്മാരും പറയുന്നു, ഖുർആൻ മുഴുവനായിട്ട് ഇറങ്ങാതെ സൂറത്തുൽ അസ്ർ മാത്രം ഇറങ്ങിയാൽ തന്നെ ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ച ഉദ്ദേശം അവിടെ പൂർത്തിയാക്കാമായിരുന്നു. അത്രക്ക് സ്പഷ്ടമായ ഒരു സൂറത്തിൽ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊടുത്ത് പ്രധാനമായി പറഞ്ഞ ഒന്ന്, ഹഖ് കൊണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യും. അങ്ങനെ ഹക്കുമായിട്ട് ഉറച്ചു നിൽക്കുമ്പോ, സത്യസന്ധമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. അപ്പോൾ അടുത്ത വാക്ക് വതവാസൗ ബിസ്സബ്ർ. അപ്പൊ ക്ഷമ കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യേണ്ടി വരും. കാരണം ഹക്ക്, യാഥാർത്ഥ്യത്തിലുള്ള സത്യം മുറുകെ പിടിക്കുമ്പോ മനുഷ്യനിക്ക് അത്യാവശ്യമായി വരുന്ന സംഗതിയാണ് ക്ഷമ എന്നുള്ളത്. പലപ്പോഴും പല അബദ്ധങ്ങളിലും നമ്മൾ എടുത്തു ചാടാൻ കാരണം നമുക്ക് പല സമയങ്ങളിലും ക്ഷമയില്ലാതെയായി പോകുന്നു എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ക്ഷമ ഉണ്ടായിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഒരുപാട് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ അവിടെയൊക്കെ നമ്മൾ പഠിപ്പിച്ചത് ആ ഫസ്റ്റ് മൊമെന്റ്, ആ സംഗതി നടക്കുന്ന ആദ്യ ടൈമിൽ മനുഷ്യനിക്ക് ക്ഷമ ഉണ്ടാവണം. കുറച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അജടാ വരണ്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും സംഗതി കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മാ ഉതിയ അഹദുൻ അതാഅ വഹുവ ഖൈറുൻ വഔസഉ മിനസ് സബ്രി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് നൽകിയ സമ്മാനം, ഗിഫ്റ്റ്, ഏറ്റവും നല്ല ക്വാളിറ്റി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ ഏറ്റവും വിശാലവും ഏറ്റവും ഖൈറുമായത് ക്ഷമയേക്കാൾ മറ്റൊന്നില്ലെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അല്ലാഹു നമുക്ക് നൽകിയ ക്ഷമ എന്നുള്ളത്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. എന്നാൽ ക്ഷമ തന്നെ 2-3 സിറ്റുവേഷനിൽ നമുക്ക് ഉണ്ടാവണം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പരീക്ഷണങ്ങളിൽ വലിയ ക്ഷമ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം തന്നെ മുഅ്മിനീങ്ങൾക്ക് എന്തിനാ പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്? അത് ക്ഷമാശീലർക്ക് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണം കിട്ടുമ്പോൾ ഈ മുഅ്മിനായ മനുഷ്യൻ ക്ഷമിക്കുന്നുണ്ടോ എന്ന് പടച്ച റബ്ബ് നോക്കാൻ വേണ്ടിയിട്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായ മനുഷ്യനിക്ക് പരീക്ഷണം നൽകുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാ, വലനബുലുവന്നകും ബിശൈഇൻ, ഞാൻ പല കാര്യങ്ങളെ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും.
ഉസ്താദ്മാർക്ക് പറയാൻ കഴിയില്ല പോലും പരീക്ഷിക്കത്തന്നെ തീർച്ചയായിട്ടും പരീക്ഷിക്കും നമ്മൾ. മിനൽ ഖൗഫ് ഉണ്ടാകാം, പേടി കൊണ്ടുള്ള പരീക്ഷണം. പലപ്പോഴും നമ്മളൊക്കെ അത് അനുഭവിച്ചവരാണ്. നമ്മുടെ നാടുകളിൽ ജീവിക്കുമ്പോ, നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ പല വിധത്തിലുള്ള പേടികളും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളിൽ നമുക്ക് നൽകാറുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭരണശിലാ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പല ഭരണ വ്യവസ്ഥകളും വന്നപ്പോൾ നമ്മളൊക്കെ പേടിച്ചതായി ഈ നാട്ടിൽ നിന്ന് ഓടിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു അസ്ഥിരതയുടെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇല്ലായ്മയുടെ ഫീലിംഗിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പേടി നൽകുന്നുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂ. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് വിശപ്പ് കൊണ്ടാക്കാരം, പട്ടിണി കൊണ്ടായിരിക്കും. ഒരുപക്ഷെ എന്റെ സമ്പ്രദായക്കാരായ ഈ തലമുറക്കൊന്നും പട്ടിണി എന്തെന്ന് അറിയാൻ വന്നിട്ടുണ്ടാവൂല. പക്ഷേ നമ്മുടെ കഴിഞ്ഞ തലമുറകൾ അന്വേഷിച്ചു നോക്കണം, ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര പരീക്ഷിച്ചിട്ടുള്ള ഉമ്മത്തിനെ. പാഠം പഠിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസ്സമറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തിക പ്രതിസന്ധി ചിലപ്പോൾ നൽകും. നമുക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കള്, നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യങ്ങള് അസമയത്ത് ഒരു പക്ഷേ അള്ളാഹു വരെ മരിപ്പിച്ചെന്നേക്കാം. ഇതും പരീക്ഷണമാണ്. എന്തിനാ അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ നൽകുന്നത്? ശേഷം ആയത്തിന്റെ അവസാനം ഇങ്ങനെയാണ്, വബശ്ശിരിസ് സ്വാബിരീൻ. ഇതൊക്കെ ക്ഷമാശീലർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയൊക്കെ പരീക്ഷണത്തിൽ അള്ളാഹുലേക്ക് മടങ്ങി നമ്മൾ യഥാർത്ഥ ക്ഷമ കാണിച്ചു കഴിഞ്ഞാൽ അവനക്ക് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലമുണ്ട്. ഇത് തിരിച്ചറിയാനാ മുഅ്മിനായ നമുക്കൊക്കെ അല്ലാഹു പരീക്ഷ നൽകുന്നത്. ചെറിയ ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്ക്, സമ്പത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് കടം കൊണ്ട് വലയുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതണ്ട പ്രിയപ്പെട്ടവരെ. അള്ളയുണ്ട് എന്തിനു വേണ്ടി? എന്റെ ഈമാൻ പരീക്ഷിക്കാൻ വേണ്ടി അള്ള നൽകിയതാന്നുള്ള ബോധ്യം ഉണ്ടാവണം, അതിൽ ക്ഷമ ഉണ്ടാവണം. എന്തെങ്കിലും ഒരു രോഗം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സൊക്കെ പ്രദാനം ചെയ്യട്ടെ. എല്ലാ മനുഷ്യരും വിഷമിക്കുന്ന ഒരു സമയം അങ്ങനെയാണല്ലോ പുതിയ കാലഘട്ടത്തിൽ. നമ്മുടെ മക്കൾക്കോ, നമ്മുടെ ഭാര്യക്കോ, നമ്മുടെ മാതാപിതാക്കൾക്കോ എന്തെങ്കിലും അസുഖം വന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നമുക്കുണ്ടാകുന്ന വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ, വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലോ. എന്തിനാ പ്രിയപ്പെട്ടവരെ? പടച്ച റബ്ബ് പറയുന്നു, വബശ്ശിരിസ് സ്വാബിരീൻ. അവിടെ ക്ഷമിച്ചുകൊണ്ട് നേരിടുമ്പോ, അള്ളാഹുലേക്ക് യഥാർത്ഥമായി മടങ്ങുമ്പോ നിനക്ക് പടച്ച റബ്ബിനെടുക്കൽ വലിയ കൂലിണ്ട് എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത്. ഞാൻ ദീർഘിപ്പിക്കൽ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ നശ്വരമായ ജീവിതത്തിൽ ജീവിക്കുമ്പോ അള്ളാഹ് നൽകുന്ന പരീക്ഷണങ്ങൾ വിശപ്പ് കൊണ്ടാവാം, മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടാവാം, സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ടാ, നിയമ തടസ്സങ്ങളെ കൊണ്ടാവാം. എന്തുമാവട്ടെ, ക്ഷമിച്ച് പടച്ച റബ്ബിലേക്ക് നീങ്ങാൻ കഴിഞ്ഞാൽ അവനിക്ക് സന്തോഷമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കും. എന്നാൽ പരീക്ഷണം വരുമ്പോൾ മാത്രമാണോ ക്ഷമ എന്നുള്ളത്? അങ്ങനെയല്ല. മറ്റൊരു ഓപ്ഷനാണ്, നന്മ ചെയ്യാൻ ചില ക്ഷമകൾ ആവശ്യമാണ്. നല്ല രാത്രിയിൽ, ഇപ്പോൾ നല്ല തണുത്ത രാത്രിയാണ്, കിടന്നുറങ്ങി സുഖനിദ്രയിൽ അണ്ട് കിടക്കുമ്പോ മുഅദ്ദിന്റെ ബാങ്ക് കേൾക്കുമ്പോ അലോസരമാണോ വരുന്നത്, സന്തോഷമാണോ വരുന്നത്? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അവിടെ നമ്മുടെ ശരീരത്തിനോട് യുദ്ധം ചെയ്ത് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ കഴിയാനുള്ളൊരു ക്ഷമയുണ്ട്. അതും വലിയ ക്ഷമയാണോ പരിശുദ്ധ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നിസ്കരിക്കാൻ പോകാൻ കഴിയുമ്പോ ശരീരത്തിനോടൊരു ക്ഷമ കാണിക്കേണ്ടത്. ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അവിടെയും വേണം ക്ഷമ. നമ്മുടെ സുഹൃത്തുക്കളും കൂട്ടങ്ങളൊക്കെ ഒരു സിയാറത്ത് ടൂർ അല്ലെങ്കിൽ മറ്റൊരു ട്രിപ്പ് പോകുമ്പോ, എല്ലാവരും മോശപ്പെട്ട ഒരു മാർഗത്തിലേക്ക് പോകുമ്പോ, വേണ്ടാത്തൊരു ദുർവൃത്തിയിലേക്ക് പോകുമ്പോ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ലഹരിക്ക് അടിമപ്പെടുമ്പോ അവിടെയും ഈമാന്റെ കരുത്ത് കൊണ്ട്, ക്ഷമ കൊണ്ട് നേരിടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമ്പോഴാണോ ക്ഷമ പൂർണ്ണമാകുന്നത്. തെറ്റിലേക്ക് പോകാതിരിക്കാനുള്ള ക്ഷമ, നന്മ ചെയ്യാനുള്ള ക്ഷമ പടച്ച റബ്ബ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ നശ്വരമായ ലോകത്ത് നൽകുന്ന പരീക്ഷണങ്ങളിലെ ക്ഷമ, ഇത് കരഗതമാക്കുമ്പോഴാണോ യഥാർത്ഥ മുഅ്മിൻ എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ക്ഷമ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോ അങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോ അവിടെ ക്ഷമിക്കാൻ, ഒരു നന്മയിലേക്ക് മുന്നിട്ട് പോകാൻ പലപ്പോഴും ഇബ്ലീസ് ബേക്കോട്ടടിക്കും. നമ്മളെങ്ങാനും കൂട്ടത്തിൽ നിന്ന് അസർ ബാങ്ക് കൊടുത്ത് പള്ളിയിലേക്ക് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോ എവിടുക്കാ പറ്റി പോകണേന്ന് പരിഹസിക്കാൻ പലരും ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ആളുകളുണ്ടാവും. അവിടെയും വേണം പ്രിയപ്പെട്ടവരെ ക്ഷമ. ആ ക്ഷമയാണോ മുഅ്മിനായ മനുഷ്യന്റെ സിമ്പൽ. അള്ളാഹു നമുക്കൊക്കെ അത് പ്രദാനം ചെയ്യട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നശ്വരമായ ഈ ലോകത്ത് ജീവിക്കുമ്പോ അല്ലാഹ് എന്ത് പറഞ്ഞു, ഹബീബ് എന്ത് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നമ്മുടെ മനസ്സിനെ കൃത്യമായി പരിവപ്പെടുത്തി അതിലേക്ക് മുന്നോട്ട് പോകാൻ
നമുക്ക് സാധിക്കാൻ നിർമ്മിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബലാഉകളോ മുസീബത്തുകളോ കുടുംബത്തിലോ അല്ലാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഖലാഉ ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ നീ ഞങ്ങൾക്ക് അത് തട്ടി മാറ്റി തരണം തമ്പുരാനെ. നല്ല രീതിയിൽ നിന്നെ പേടിച്ചുകൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മരിക്കാൻ അല്ലാഹു ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് പ്രദാനം ചെയ്യണം തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.